നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തത് ഈ വർഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നമ്മൾ പരസ്പരം കൂടുതൽ ഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ വർഷമാണ്. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മാരേജ്, പിന്നെ 2 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് പറയാൻ ഞാൻ നെക്സ്റ്റ് ഇയറിൽ കിടക്കുമ്പോ എനിക്ക് എന്റെ ഫുൾ എന്റെ അറ്റൻഷൻ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന ഷോ കൊണ്ട് ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു മലയാളി ഉണ്ടോ എന്നത് കൗതുകത്തോടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കരിയറിലെയും ജീവിതത്തിലെയും മാറ്റങ്ങൾക്ക് കാരണമായത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ്. ബിഗ് ബോസ് മലയാളത്തിൽ എത്തിയതിനു ശേഷമാണ് ഡോക്ടർ മച്ചാൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ മലയാളികൾ അധികവും തിരിച്ചറിയുന്നത്. അലറി വിളിക്കുന്ന, ഏത് പ്രശ്നത്തിനും ഉടൻ തന്നെ പ്രതികരിക്കുന്ന, ഏത് സഭയിലും അലറി വിളിച്ചുകൊണ്ട് തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എന്തോ മലയാളികൾ. അതെ, ഞങ്ങളുടെ അവസാനത്തെ ബാച്ചിലർ തീരുമാനിച്ചു. ഡേറ്റ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഫെബ്രുവരി 16 ഞങ്ങളുടെ മാരേജ്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫെബ്രുവരി 16 ആയിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങളുടെ സെയിം ഡേറ്റില് 2 വർഷം മുന്നേ. അപ്പൊ അതെ, ഇനി പറഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം വിഷയം വരുമ്പോഴത്തേക്കും നിങ്ങള് ഇപ്പഴേ ഒന്നാണ്, എന്നാലും ഹസ്ബൻഡ് വൈഫ് ആയി എന്നുള്ള ഒരു അത് ബാച്ചിലർ എന്നുള്ള സാധനം എന്ത് ചെയ്തു മാറി. അങ്ങനെ എന്റെ 34 വയസ്സത്തെ ബാച്ചിലർ ജീവിതം അവസാനിപ്പിക്കുകയാണ്. 25ലേക്ക് അങ്ങനെ കപ്പിളായിട്ട് അങ്ങനെ വരുന്നു. ഓക്കെ, ശരി. ഇനി 24 നോക്കിക്കഴിഞ്ഞാല് പൊടിയുടെ അടുത്തും ചോദിക്കട്ടെ, റോബിന്റെ അടുത്തും ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു മൊമെന്റ്, അതെന്തായിരുന്നു? നമുക്ക് കുറേം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലോസ് ആവാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എടുത്തത് എനിക്കും റോബിൻ ചേട്ടനും പേഴ്സണലി ഭയങ്കര അടിപൊളിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മാരേജ്, പിന്നെ 2 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് പറയാൻ. ഈ വർഷത്തില് എനിക്കിപ്പോ ഞാൻ 2019 ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത്, ഓഗസ്റ്റ് 15. അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബൊട്ടിക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളത് ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഇനിയിപ്പോ എന്റെ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു ഡിസൈനർ എന്നുള്ള രീതിയിലും ബിസിനസ് ഓൺട്രപ്രണർ എന്നുള്ള ഒരു രീതിയിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലി ലൈഫിലോട്ട് കടക്കുകയാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ഫാമിലി ലൈഫാണ്. അതിലോട്ട് കടക്കണേക്കാൾ മുന്നേ എനിക്ക് കുറെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഓടി ഇറങ്ങി നടക്കാം. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എന്റെ പ്രിയോറിറ്റി ജസ്റ്റ് ഒന്ന് മാറും. ആ സമയത്ത് എനിക്ക് ഇപ്പൊ ചെയ്യണ പോലെ എനിക്ക് അത്രയും ഇതിലോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ എനിക്ക് ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ പോലും ഞാൻ എപ്പോഴും ഇവിടെ അവൈലബിൾ ആവണം എന്നില്ല. എനിക്കിപ്പോ ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം കല്യാണത്തിന് മുന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെൽ പ്ലാൻഡ് ആണല്ലോ, കാര്യങ്ങളെല്ലാം വളരെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബുട്ടീക്കിന്റെ കാര്യത്തിൽ. ഇനി റോബിന്റെ കൂടെയുള്ള ലൈഫ് സമാധാനമായിട്ട് എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഇപ്പൊ എന്റെ എല്ലാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എനിക്ക് ഇതിലോട്ടേക്ക് ഞാൻ നെക്സ്റ്റ് ഇയറിൽ കടക്കുമ്പോ എനിക്ക് എന്റെ ഫുൾ എന്റെ അറ്റൻഷൻ പക്ഷെ അതിന്റെ അർത്ഥം ബിസിനസ്സിന് ഒന്നുമല്ല എന്നല്ല. കാരണം എന്റെ ഇത്രയും കിടന്ന വർഷം മൊത്തം ഒരു ലാസ്റ്റ് 10 years മൊത്തം ഞാൻ ഈ ഒരു ഫീൽഡില് ഈ ഒരു ഇതിലാണ് ഫുൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി എനിക്കൊന്നൊരു ഒന്ന് ചേഞ്ച് ആയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ കുറച്ചൊരു ഫോക്കസ് ചെയ്യാം അല്ലേ. ഇപ്പോഴാണെങ്കിൽ അതും ഇതും കൂടെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോയത്. പക്ഷെ ഇനി കുറച്ചുകൂടി കൂടുതൽ ഇതായിരിക്കും. അതെ, റോബിൻ ശ്രദ്ധിച്ചോ, ഇത്ര നാളും ഉള്ളതിനെക്കാട്ടിലും മാരുതിയുടെ വേറൊരു ഫേസ് ഇനി കൂടെ കാണുന്നാണ് പറഞ്ഞു തന്നത്. റോബിൻ എങ്ങനെ ഉണ്ടായിരുന്നു 2024 എന്ന് പറയുമ്പോൾ? ഞാൻ ആക്ച്വലി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു, സോഷ്യൽ മീഡിയ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു, നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ലെസൺ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഡോക്ടർ റോബിനും ദിൽഷയും തമ്മിലുള്ള റൊമാൻറ്റിക് പെയർ ബിഗ് ബോസിനുള്ളിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഡോക്ടർ റോബിൻ പുറത്താവുകയും ദിൽഷ വിജയിക്കുകയും ചെയ്തത് ഡോക്ടർ റോബിൻ്റെ തന്നെ ഒരു ടെക്നിക്കാണെന്ന് പിന്നീട് പലരും പറഞ്ഞിരുന്നു. എന്നാൽ അതിനുമപ്പുറം
ദിൽഷയും ഡോക്ടർ റോബിനും തമ്മിലുള്ള ബ്രേക്കപ്പ് മലയാളം സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷമാണ് ആരതിപ്പൊടിയുടെ എൻട്രി. ഡോക്ടർ റോബിൻ്റെ ജീവിതത്തിലേക്ക് ആരതിപ്പൊടി വന്നതും ഇവരുടെ എൻഗേജ്മെൻറ്റുമെല്ലാം പിന്നീട് സോഷ്യൽ മീഡിയ കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, എന്നാണ് ഡോക്ടർ റോബിൻ ആരതിപ്പൊടി വിവാഹം എന്നത്. ഇപ്പോഴിതാ ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹ ഡേറ്റ് ഉൾപ്പെടെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഡോക്ടർ റോബിൻ തൻ്റെ വിവാഹ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്.